എല്ലാവർക്കും UPSC എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2027ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2027 നടക്കുന്ന UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഷെഡ്യൂൾ ആണ് നമ്മൾ നോക്കുന്നത്. ടൈം ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫെബ്രുവരി 2026 തൊട്ട് മെയ് 2027 വരെ. മെയ്യിലാണ് പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാറ്. അപ്പൊ എന്താണ്, നമ്മൾ ഫെബ്രുവരി 2026 തൊട്ട് മെയ് 2027 വരെയുള്ള ടൈമിലേക്കാണ് ഈ സ്റ്റഡി ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. കൂടാതെ എന്താണ് NCERT ടു അഡ്വാൻസ് ലെവൽ കവറേജ് ഉണ്ടാവും. അതുപോലെ ഓപ്ഷണൽ CSAT കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ഷെഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓവറോൾ സ്ട്രക്ചർ നമുക്ക് നോക്കാം. 5 ഫേസസ് ആയിട്ടാണ് പ്രിപ്പറേഷനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്, അതായത് ഫേസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫെബ്രുവരി ടു മാർച്ച്, ആ ഒരു ടൈമാണ് 2026 ഫെബ്രുവരി ടു മാർച്ച് ആണ്. അവിടെ എന്താണ് NCERTയും ബേസിക്സും ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് ഏപ്രിൽ ടു ഓഗസ്റ്റ് 2026 വരെയാണ്. അവിടെ എന്താണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനമായിരിക്കും. പിന്നെ ഫേസ് 3 എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഡിസംബർ 2026 വരെയാണ്. ഇവിടെ എന്താണ് പ്രിലിംസ് പ്ലസ് മെയിൻസ്, അതുകൂടാതെ എന്താണ് ഓപ്ഷണലി കംപ്ലീഷൻ. ഇത്രയും കാര്യങ്ങളായിരിക്കും ഫേസ് 3യിൽ വരുന്നത്. ഇനി ഫേസ് 4 എന്ന് പറയുന്നത് എന്താണ്? ജനുവരി ടു മാർച്ച് 2027 ആണ്. അവിടെ എന്താണ് പ്രിലിംസ് ഓറിയന്റഡ് വിത്ത് മെയിൻസ് റിട്ടൻഷൻ ആയിരിക്കും. ഇനി ഫേസ് 5 എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ മെയ് 2027 വരെയുള്ളതാണ്. ഏപ്രിലും മെയ്യിലും എന്തായിരിക്കും? പ്രിലിംസിന്റെ റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ 5 ഫേസസ് ആണ്. ഒന്നാമത്തെ ഫേസിൽ എന്താണ് നമ്മൾ NCERTയും ബേസിക്സും കവർ ചെയ്യും. രണ്ടാമത്തെ ഫേസിൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഫോക്കസിലുള്ള പഠനമായിരിക്കും. മൂന്നാമത്തേതില് പ്രിലിംസും മെയിൻസും, പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. അതുകൂടാതെ എന്താണ് ഓപ്ഷണല് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഫേസ് 4ൽ എന്താണ് പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഫോക്കസ് എവിടെയായിരിക്കും? പ്രിലിംസിലായിരിക്കും. ഇനി ഫേസ് 5 എന്ന് പറയുന്നത് എന്താണ്? പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. അവിടെ എന്താണ് പ്രിലിംസിന്റെ റിവിഷനും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ് 1 എന്ന് പറയുന്നത് ഏതാണ്? ഫെബ്രുവരി മാർച്ച് 2026 ഫെബ്രുവരി മാർച്ച്, ഈ ഒരു ഫേസ് ആയിരിക്കും. ഇവിടെ എന്താണ് NCERT പ്ലസ് ബേസിക് ഫൗണ്ടേഷൻ ആണ് നടത്തുന്നത്. കംപ്ലീറ്റ് NCERTs എന്ത് ചെയ്യും? നമ്മളിവിടെ കവർ ചെയ്യും. ഏതൊക്കെ NCERTs ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഇനിയിപ്പം ഏതൊക്കെ NCERTs ആണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു NCERTs നോക്കുക, ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. കംപ്ലീറ്റ് NCERTസും ബേസിക്സും, അതായത് NCERTs മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, MCQs നോക്കും, PYQs നോക്കും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെന്താണ് കംപ്ലീറ്റ് സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്തിട്ട് സിലബസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, GSൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഫേസിൽ നമ്മൾ മനസ്സിലാക്കും. അത് മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ്, ഈ ഒരു ഫേസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങും. CSATന്റെ ബേസിക്സും ഈ ഫേസ് 1ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താണ് ഓപ്ഷണലിന്റെ ബേസിക്സ് എന്ത് ചെയ്യും, ഈ ഒരു ഫേസിൽ നമ്മൾ കവർ ചെയ്യും. അപ്പം ഫേസ് 1 എന്ന് പറയുന്നത് എന്താണ്? NCERT പ്ലസ് ബേസിക് ഫൗണ്ടേഷൻ ആണ്. ഓർക്കുക, കംപ്ലീറ്റ് NCERTs കവർ ചെയ്യും. ഓപ്ഷണലിന്റെ ബേസിക്സ്, CSATന്റെ ബേസിക്സ്, കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങും. പിന്നെ എന്താണ് എക്സാമിനെ കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ, നമ്മൾ ഏതൊക്കെയാണ് GS സബ്ജക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചു വെക്കും. ഇനി ഫേസ് 2 എന്ന് പറയുന്നത്, ഫേസ് 2 എന്ന് പറയുമ്പോൾ ഏത് മാസമാണ്? ഏപ്രിൽ ടു ഓഗസ്റ്റ് ആണ്. ഏപ്രിൽ 2026 ടു ഓഗസ്റ്റ് 2026 വരെ. ഓക്കെ, ഇവിടെ എന്താണ് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് ബുക്സ് എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങും. GSന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. ഡെയിലി എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഡെയിലി എന്ത് ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തി പോവുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എഴുതി നോക്കുക. പിന്നെ MCQs, അതും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റുകളും നടത്തി പോകും. ആഴ്ചയിൽ 1-2 മോക്ക് ടെസ്റ്റുകൾ മതി, എന്നാലും എന്ത് ചെയ്യുക, പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫേസിൽ അത് നടത്തി പോകും. പിന്നെ ഒന്നാണ് essay റൈറ്റിംഗ് പ്രാക്ടീസ്. എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു 2 essay എഴുതിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഡിസംബർ വരെ ടൈം ഉണ്ട്. അപ്പൊ എന്താണ് കുറെ essays എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, essay റൈറ്റിംഗ് പ്രാക്ടീസ് എന്ത് ചെയ്യും, ഈ ഫേസ് 2ൽ നമ്മൾ ചെയ്യും. പിന്നെ ഈ ഫേസ് 2ൽ തന്നെ എന്താണ് കോർ സിലബസ് കവറേജ് ഉണ്ടാവും. കൂടാതെ എന്താണ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും ഉണ്ടാവും. എന്തിന്റെ? ഓപ്ഷണലിന്റെ. ഓക്കെ, ഓപ്ഷണലിൽ നമുക്ക് 2 പേപ്പറാണ് വരുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഫേസ് 2 എന്ന് പറയുമ്പോൾ എന്താണ് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിച്ചു തുടങ്ങും.
GS-ന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. പ്രിലിംസിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തും. essay റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. ഓപ്ഷണലിന്റെ കോർ സിലബസ് കവറേജ് ഉണ്ടാവും, ഈ ഒരു ഫേസിൽ ഉണ്ടാവും. പിന്നെന്താണ്, ഓപ്ഷണലിന്റെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും ഈ ഒരു ഫേസിൽ നമ്മൾ നടത്തും. ഇനി അടുത്തതാണ് ഫേസ് 3, സെപ്റ്റംബർ ടു ഡിസംബർ. സെപ്റ്റംബർ ടു ഡിസംബർ ആണ്, 2026 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രിലിംസ്, ഇവിടെ എന്താണ്, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് ആണ് എന്ത്, ഈ ഫേസ് 3 എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് GS പ്രിപ്പറേഷൻ, ഈ ഒരു സ്റ്റേജിൽ അഡ്വാൻസ്ഡ് GS പ്രിപ്പറേഷൻ നമ്മൾ നടത്തും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. essay റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സമയത്ത് GS-ന്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, കവർ ചെയ്യും. കൂടാതെ ഓപ്ഷണലിന്റെ കംപ്ലീറ്റ്, ഓക്കെ, ഓപ്ഷണലും എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ പഠിച്ചു തീർക്കും. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളും നടത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് 3 ചെയ്യുന്നത്. ഇനിയിപ്പോ ഫേസ് 3 GS-ന്റെ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ, അത് വിട്ടേക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് 4 പഠിക്കാം. പ്രിലിംസ്, ഓക്കെ, ഫേസ് 3 എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഇവിടെ നമ്മൾ ഓപ്ഷണല് കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു ഫേസ് 3 സെപ്റ്റംബർ ടു ഡിസംബർ എന്ന് പറയുന്ന ഈ ഒരു മാസത്തിൽ 2026 ഡിസംബർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷണല് കവർ ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ GS-ന്റെ പ്രിപ്പറേഷൻ, അഡ്വാൻസ് പ്രിപ്പറേഷൻ, പിന്നെ എന്താണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, essay റൈറ്റിംഗ് പ്രാക്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഫേസ് 3 ചെയ്യുന്നത്. ഇനി ഫേസ് 4 നോക്കാം എന്താണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, ഒരു പ്രിലിംസ് ഓറിയന്റഡ് പ്രിപ്പറേഷൻ ആയിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചു തീർത്തു, ഓക്കെ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ ഫേസ് 4 നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ്, മീൻസിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. essay റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തും. കൂടാതെ എന്തായിരിക്കും, പ്രിലിംസിന് വേണ്ടിയിട്ട് MCQs, PYQs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പം പ്രിലിംസിന് വേണ്ടിയിട്ടായിരിക്കും, പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പിന്നെ ഓപ്ഷണലിന്റെ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്ഷണലിന്റെ ഒരു റിവിഷനും കൂടെ ഇവിടെ ചെയ്യുക. കാരണം ഫേസ് 5 എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഓപ്ഷണലിനോ മെയിൻസിനോ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, പ്രിലിംസിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഫേസ് 4 പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റിവിഷനും കൂടെ, ഓപ്ഷണലിന്റെ ഒരു റിവിഷനും കൂടെ നമ്മൾ നടത്തും. ഇനി അടുത്തതാണ് ഫേസ് 5 എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിലിംസിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നടത്തുന്ന രണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കുള്ളൂ. ഒന്ന് എന്താണ്, പ്രിലിംസിന്റെ റിവിഷൻ. എന്താണ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ. ഇത്രയും കാര്യങ്ങളെ എന്ത് ചെയ്യത്തുള്ളൂ, ഫേസ് 5 നമ്മൾ ചെയ്യത്തുള്ളൂ. ഒരു 3-4 റിവിഷൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 3-4 റിവിഷൻ എങ്കിലും എന്ത് ചെയ്യുക, ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ക്വിക്ക് റിവിഷൻ നടത്തുക. അതുകൊണ്ടാണ് ഞാൻ 3-4 റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1-2 ക്വിക്ക് റിവിഷൻ നടത്തുക, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, 2 റിവിഷൻ നടത്തുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 3-4 റിവിഷൻ എങ്കിലും എന്ത് ചെയ്യുക, ഈ ഫേസ് 5 നടത്തുക. അതുപോലെ തന്നെ പറ്റുന്നത്രയും മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, എവിടെയാണോ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് ആ ഒരു കാര്യവും കൂടി നോക്കുക. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന്റെ കാര്യത്തിലാണേലും എന്ത് ചെയ്യുക, വെറുതെ നമ്മൾ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അതിന്റെ ആൻസർ എഴുതി പോയാൽ പോരാ, എന്ത് ചെയ്യുക, ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അത് നോക്കിയിട്ട് നമ്മൾ എഴുതുന്ന ആൻസറും അവരുടെ ആൻസറും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. എന്തൊക്കെ പോയിന്റ്സ് അവർ എഴുതിയതും നമ്മൾ എഴുതിയതും തമ്മിൽ ഒരുപോലെ വരുന്നുണ്ട്, എന്തൊക്കെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ അവർ എഴുതിയ രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തേണ്ടത്. അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഫേസ് 5 എന്ന് പറയുന്നത് എന്താണ്, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഇവിടെ നമ്മൾ റിവിഷനും മോക്ക് ടെസ്റ്റിനും മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി, എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ടെക്, CSAT, പിന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പൊ 5 ഫേസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനെ തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി ഷെഡ്യൂളിനെ തിരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി തൊട്ട് മെയ് 2027 വരെ, 2026 ഫെബ്രുവരി തൊട്ട് മെയ് 2027 വരെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് നോക്കുക. പിന്നെ CSATന്റെ പ്രാക്ടീസ് എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് നടത്തുക. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് നടത്തുക. പിന്നെന്താണ്, ഡെയിലി റിവിഷൻ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. വെറുതെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ്, അവിടെ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം, CSATന്റെ പ്രാക്ടീസ് റെഗുലർ ആയിട്ട് നടത്തണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തണം. കൂടാതെ എന്താണ്, ഡെയിലി റിവിഷൻ ഉണ്ടാവണം, വീക്ക്ലി റിവിഷൻ ഉണ്ടാവണം. റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എല്ലാം പഠിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം, ഡെയിലി ഇത് റിവൈസ് ചെയ്യണം. പിന്നെന്താണ്, ഡെയിലി റിവിഷൻ നടത്തണം, ഒരു വീക്ക്ലി റിവിഷൻ നടത്തണം, ഒരു മന്ത്ലി റിവിഷനും നടത്തണം. പിന്നെന്താണ്,
നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു ഫൈനൽ റിവിഷൻ, ഒരു 1, 2, 3 ഫൈനൽ റിവിഷനും കൂടി നടത്തി പോവുക. പിന്നെ ഓപ്ഷണലിന്റെ സ്ട്രാറ്റജി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം, ഒന്ന് ചുരുക്കി പറയാം. അതായത് ഓപ്ഷണൽ സബ്ജക്ട്, ഓപ്ഷണലിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ NCERT പഠിച്ച ആ ഒരു ടൈമിൽ തന്നെയാണ് ഓപ്ഷണലിന്റെ ഫൗണ്ടേഷൻ വരുന്നത്. ഫെബ്രുവരി മാർച്ച് 2026 ഫെബ്രുവരി ടു മാർച്ച് ഈ ഒരു ടൈമിൽ എന്താണ് നമ്മൾ കംപ്ലീറ്റ് ഓപ്ഷണലിന്റെ ഫൗണ്ടേഷൻ നമ്മൾ നടത്തുന്നു. അതിനുശേഷം ഏപ്രിൽ ടു ഡിസംബർ മാസം വരെ എന്തുണ്ട്, നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിൽ ഇത് എന്ത് ചെയ്യുക, ഓപ്ഷണൽ പേപ്പർ 1ഉം ഓപ്ഷണൽ പേപ്പർ 2ഉം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ജനുവരി ടു മാർച്ച് ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷണലിന്റെ സ്ട്രാറ്റജി വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് ചേഞ്ചസ് വരുത്തുക, ഇഷ്ടമുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ആ ഒരു രീതിക്ക് പഠിച്ചു പോവുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഈ നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്